മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. അല്ലെ പിന്നെ ഞാനും അദ്ദേഹത്തെ പോലെ തന്നെ ആവില്ലേ? അപ്പോൾ ഈ പ്രതിയുടെ ത്യാഗങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി. TG മോഹൻദാസിൻ്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാൻ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. MDMA കേസിലായ ആളുകൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ നുണകളാണ് സതീശൻ ഇന്ന് നിരത്തിയത് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നവകേരള സദസ്സിൽ മർദ്ദനമേറ്റപ്പോഴാണ് ആദ്യമായി വിളിച്ചത്. തിരുമ്മൽ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി കണ്ടു എന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. 2023 ഡിസംബറിലാണ്, ഡിസംബർ 10-നാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ്സ് നടന്നത്. ഈ തീയതിക്ക് മുൻപ് തന്നെ MDMAയുടെ 7 ജില്ലകളിലെ മൊത്ത കച്ചവടക്കാരനായ മുഹമ്മദ് ഹുസൈൻ ഈ പ്രതിയുമായി ഇപ്പോഴാണല്ലോ പ്രതിയാക്കപ്പെട്ടത്. VD സതീശനോടൊപ്പം എടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാം. 21 മുതൽ 2023 ഒക്ടോബർ വരെ നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം സദസ്സിന് മുമ്പുള്ള ചിത്രങ്ങളാണ്. സദസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മർദ്ദനമേറ്റതിന് ശേഷം കണ്ടത് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുത്ത് ഇടുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചില ചോദിക്കാം. സ്വാഭാവികമാണ്. കാരണം ഞങ്ങളൊക്കെ ട്രെയിനിൽ പോകുമ്പോഴും അതുപോലെ തന്നെ എവിടെ പോകുമ്പോഴും കാണുമ്പോൾ ഉടനെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്ന നിലയൊക്കെ ഉണ്ട്. അത് സത്യമാണ്. എന്നാൽ എത്ര വേദികളിലുള്ള എത്രയെത്ര ഫോട്ടോകളാണ് VD സതീശനോടൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ എന്ന പ്രതിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ കൃത്യമായ ചിത്രം കിട്ടും. പിന്നെ പറഞ്ഞത് 3-4 വട്ടം ഞാൻ അതിന് ശേഷം നവകേരള സദസ്സിന് ശേഷം 3-4 വട്ടം കണ്ടു എന്നത് സതീശൻ അവകാശപ്പെട്ടിട്ടുണ്ട്. 18-ലധികം ചിത്രങ്ങൾ, 1ഉം 2ഉം 10ഉം അല്ല. അത് ചിലതിൽ നിരവധി ചിത്രങ്ങൾ കൂടിയതാണ് ഒന്ന്. അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങൾ നമുക്ക് അതിനുശേഷം കാണാൻ കഴിയും. അതും കാണാം. ഇപ്പോൾ കയ്യിൽ മുണ്ടെല്ലാം കൊടുത്ത് വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ എടുത്ത ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത ഫോട്ടോ ഉണ്ട്. VD സതീശൻ്റെ ഓഫീസിലും വീട്ടിലും ജന്മദിനത്തിലും കോഴിക്കോട് നടത്തിയ വിരുന്നിലും ഒക്കെ പങ്കെടുത്ത ഫോട്ടോകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് 3-4 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് ലളിതവരിക്കുന്ന നില ശരിയല്ല. പിന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല, എനിക്കങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ VD സതീശനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമാണുള്ളത്. നിരവധി പോസ്റ്റുകൾ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞത് നാട്ടിലെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനവിടെ പോയി എന്നാണ്. മാതൃഭൂമി പറയുന്നത് ഇയാൾ ഇങ്ങനെ ഉള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായത് ആ വീട് സന്ദർശിച്ച സന്ദർഭത്തിലാണ് എന്നാണ്. അപ്പോൾ മാതൃഭൂമി വാർത്ത നമ്മുടെ കയ്യിൽ. തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്നാണ് VD സതീശൻ പറയുന്നത്. ഈ കേസിലെ പ്രതി തന്നെ കഴിഞ്ഞ 5 വർഷവും ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും അറിയുന്ന ആളാണെന്നും സതീശൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ അവകാശപ്പെട്ടാൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് അദ്ദേഹം എന്തുകൊണ്ട് വിളിച്ച് അന്വേഷിക്കുന്നില്ല? സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് എങ്കിലും പറയാനുള്ള സാധാരണ മര്യാദ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നത് പ്രശ്നമാണ്. ഈ പ്രതിയുടെ ത്യാഗത്തെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കച്ചവടം നടത്തി പിടിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത് ഉള്ള ഒരാളാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനെ മറികണ്ഠം ചടന്ന് വേറെ എന്തെങ്കിലും വിശദീകരിച്ച കാര്യമില്ലല്ലോ. കളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കളവലല്ലോ പറയേണ്ടത്, ജനങ്ങൾക്ക് വസ്തുതയല്ലേ അറിയേണ്ടത്. അപ്പോൾ ഈ പ്രതിയുടെ ത്യാഗങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ അടികൊണ്ട് ആളാണെന്നും തിരുമ്മൽ നടത്തി സുഖപ്പെട്ട ആളാണെന്നും ഒക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പോലീസ് ഇതിപ്പോൾ ഗൗരവപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് കൊടുക്കുന്നൊരു സന്ദേശം മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ത്യാഗപൂർണം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന വേറൊരു കാര്യം, ഇന്നിപ്പോൾ കാണുന്നത് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറെ മാറ്റിയിരിക്കുന്നു. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്. എന്നിട്ട് അതിനു പകരം പുതിയ ആളെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോഴാണ് ഈ പിടിച്ച ആൾ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ എന്ത് നിലപാടായിരിക്കും എടുത്തിട്ടുണ്ടാകുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തൂഫാൻ വളരെ വലിയ പദ്ധതിയായിട്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മെറ്റയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും പോസ്റ്റുകളും കൂട്ടത്തോടെ കാണാതാവുകയാണ്. ഇവിടെ ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ട് കാണുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കില്ല ഉണ്ടാകുക. കാരണം ഒരു സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പോലും അപ്രത്യക്ഷമാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ദേശീയ മാധ്യമത്തോട് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണം എന്ന അഭിപ്രായം മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് നമ്മൾ കേട്ടതാണ്. മോഡിയുടെ വഴിയെ തന്നെയാണ് വി. സതീശൻ സർക്കാരും നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെറ്റയുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. വി. സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തിരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് മാത്രം എങ്ങനെയാണ് ഒഴിവായി പോകുന്നത്? വാർത്തകൾ മാത്രമല്ല, നൂറുകണക്കിന് പ്രൊഫൈലുകളും പേജുകളും അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മയക്കുമരുന്ന് സംവിധാനത്തിൻ്റെ പ്രധാന പ്രതി രക്ഷപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് തമ്മിൽ മുഖ്യമന്ത്രിയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് പോലും തടയാൻ അതനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞിട്ടുള്ളത് മാർച്ച് 25 തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ടിട്ടാണ് പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ വാർത്ത വരികയും ചെയ്തത്. അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം IT സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മെറ്റയിൽ ഒരു സ്വാധീനമില്ല എന്ന പച്ച കള്ളമാണ്
മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തിൽ അപ്രിയമായ പോസ്റ്റുകളും വാർത്തകളും നീക്കം ചെയ്യാം എന്നാണ് മോഡി സർക്കാർ കാണിച്ചു തരുന്നത്. അതിന് പിന്നിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേശാഭിമാനിയുടെയും മീഡിയ വണ്ണിൻ്റെയും ഉൾപ്പെടെ പേജുകൾ മുമ്പ് ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തോടെ നിരവധി മാധ്യമങ്ങളുടെ വാർത്തകൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്നത് മുൻപുണ്ടായിട്ടില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ നിരവധി മാധ്യമങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വിമർശനാത്മകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ടി ജി മോഹൻദാസിൻ്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാൻ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ പോലീസും സർക്കാരുമാണ് നിരവധി പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും അതില്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും വിമർശിക്കുന്നവരെ ഒരു തരത്തിലും വെച്ചക്കില്ല ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളി പ്രബുദ്ധ കേരളം അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കില്ല. അതിശക്തിയായി ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ജനാധിപത്യ ശക്തികൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതിൽ വളരെ വ്യക്തതയുണ്ട്. നന്നായിട്ട് അറിയാം, മുമ്പേ അറിയാം, ഇപ്പോഴും അറിയാം. അദ്ദേഹം MDMA 7 ജില്ലയിലെ ഹോൾസെയിൽ ഏജന്റാണ്. തീരെ അറിയാതിരിക്കുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല. അത് പരിശോധിക്കണം. നിങ്ങൾ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് മുണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഇത്രയും ഗൗരവതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒന്നും അതിൻ്റെ അകത്ത് പ്രതികരിക്കുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളാരും പറഞ്ഞ ഒരു സെന്റൻസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഗൗരവത്തിലെടുക്കണ്ടേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് 7 ജില്ലയിലെ ഹോൾസെയിൽ ഏജന്റായി, അതും തൂഫാൻ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാളുമായിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ അവേദ്യമായ ബന്ധമുണ്ട് എന്ന കാര്യം മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടും നിങ്ങളെന്താണ് ഇത്തരത്തിലുള്ള ഒരു മൗനം എന്നുള്ളത് വളരെ ഗൗരവമുള്ള ചോദ്യമല്ലേ? എന്താ കാര്യം? ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. അല്ലെ പിന്നെ ഞാനും അദ്ദേഹത്തെ പോലെ തന്നെ ആവില്ലേ? അതൊരു IAS ഉദ്യോഗസ്ഥനല്ലേ? ഉദ്യോഗസ്ഥന്മാർ വരികയും പോവുകയൊക്കെ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത് IAS ഉദ്യോഗസ്ഥനല്ല, കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള ഒരാളാണ്. അതാണ് MDMA-യുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് രണ്ടും കൂട്ടിക്കൊടുക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണെന്ന്, എത്ര വേഗം നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും. രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? അത് രണ്ടും രണ്ടാണ്. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരാൾ എത്രയോ കൊല്ലമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പറയാൻ മടിച്ച് ഞാൻ ഈ ഒരു സംഭവത്തിന് ശേഷം മാത്രമാണ് ബന്ധമുള്ളതെന്ന് പറഞ്ഞത് അതല്ല എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഈ പത്രസമ്മേളനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതിന് എത്രയോ വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് നല്ല ബന്ധം, വീട്ടിൽ പോയിട്ടുള്ള ബന്ധമുണ്ട്. അതുപോലെ തന്നെ പാർട്ടി പങ്കെടുത്ത പരിപാടിയുണ്ട്, നിരവധി പരിപാടികളുണ്ട്. കയ്യിൽ കൊടുത്തിരിക്കുന്ന VD സദസ്സിന് മുമ്പിൽ നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ?